അയ്യോ നീ മോള് കളിക്ക്. അയ്യേ അങ്കിളിന് വീണ്ടും മാമു ഒരുങ്ങി. 1 2 3 4 5 6 ദിയമോൾക്ക് വീണ്ടും എണീറ്റി. 1 2 3 4 അങ്കിളിനെ പാമ്പ് ഒരുങ്ങി സീറയെ കൊണ്ട് തള്ളി. ഞാൻ ഏണിയേറി ടോപ്പിലും എത്തി. ഞാൻ ജയിച്ചു. സമ്മതിച്ചു. ദീമോളെ ജയിപ്പിക്കാൻ ഏണിയും അങ്കിളിനെ തറ പറ്റിക്കാൻ പാമ്പും. രസിക്കുന്ന കണ്ടില്ലേ ആസുരജന്മം. കരുണാകരന്റെ വീട് അവളുടെ വന്ദനാമ്മയുടെ തറവാട് സ്വത്താണെന്നാ അവളുടെ വിചാരം. പെണ്ണിന്റെ ചിരി കേട്ടിട്ട് എനിക്ക് തല പെരുക്കുന്നു. ഈ കുട്ടിപ്പിശാചിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇവള് കുടുംബം മുടിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ അപ്പച്ചി, എന്താ ഇവിടെ വന്നൊരു ആലോചന? കണ്ടില്ലേ ആ നാശം പിടിച്ചവളുടെ അട്ടഹാസം. ജഗൻ അവളെ ജനിപ്പിച്ച തന്തയാണെന്ന് അവളുടെ വിചാരം. എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ. എങ്ങനെ അവസാനിപ്പിക്കാനാ? അപ്പച്ചി ഇപ്പൊ പറഞ്ഞില്ലേ ജഗനാണ് അവളുടെ അച്ഛനെന്ന അവളുടെ വിചാരമൊന്നും. ഇവിടെ പലരുടെയും വിചാരം അത് തന്നെയാ. എന്തിന്? അപ്പച്ചിയുടെ നാത്തോലില്ലേ എന്റെ അമ്മായിയമ്മ, അവര് വരെ ഈ അസുരവിത്തിനെ കൊച്ചുമോളെ കൊണ്ടു നടക്കുന്നത് പോലെയാ കൊണ്ടു കിടക്കുന്നത്. അത് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ആ ജന്തുവിനെ ഞാനിവിടെ നിലം തൊടാതെ ഓടിക്കും. അത് മതി. ആ സാധനത്തെ ഇവിടെ നിന്ന് ഓടിച്ചാ പകുതി പ്രശ്നം അതോടെ തീരും. ദിയെ ജഗനെ ഏൽപ്പിച്ചിട്ട് ഊരി ചുറ്റാൻ പോയിരിക്കല്ലേ അവളുടെ വന്ദനാമ്മ. ഈ അവസരത്തിൽ ആ കുട്ടിപ്പിശാചിന് എന്തെങ്കിലും പറ്റിയ അവൾ സഹിക്കില്ല. അത് കൊള്ളാം. അവൾക്ക് നോവണമെങ്കിൽ ദിയമോളെ വേദനിപ്പിക്കണം. അത് മാത്രമല്ല അപ്പച്ചി, വന്ദന ദിയമോളെ നോക്കാൻ ജഗനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ദിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആ കുറ്റം ജഗന്റെ തലയിൽ കെട്ടിവെക്കാം. അത് ഐഡിയ. അതിന്റെ പേരിൽ വന്ദനയും ജഗനും തമ്മിൽ അടിച്ചു പിരിഞ്ഞോളും. നിന്നെ പുകഴ്ത്തി പറയാണെന്ന് കരുതരുത്. നീ ഒരു അപൂർവ ജന്മം തന്നെ. പുരാണത്തിലെ മന്ധരയുടെ പുനർജന്മം. ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. അല്ല, എന്നാലും നിന്റെ ഐഡിയ കൊള്ളാം. ദിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ വന്ദന ജഗനെ കൊല്ലാൻ വരെ മടിക്കില്ല. പക്ഷേ ദിയയ്ക്ക് എന്തു പണിയാ കൊടുക്കേണ്ടത്? സംഭവം പഴയ ഐറ്റ കണ്ടു മടുത്തതാ. പക്ഷേ അത് ഇത്രയല്ലേ ഉള്ളൂ. അതിനത് മതി. ആട്ടുംകുട്ടിക്കാരും വാരിക്കുഴി വെട്ടാറില്ലല്ലോ. ലക്ഷ്യമാണ് പ്രധാനം. മാർഗം ഏതു ആവാം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ? കോളേജിൽ നിനക്ക് നല്ല നടിക്കുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്തി നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. നിന്റെ ഉള്ളിൽ എന്തൊക്കെ പുകയുന്നുണ്ട്. ഭയവും സങ്കടവും നിരാശയും അങ്ങനെ പലതും. അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ പറയരുത് മോളെ. എന്താ നിന്റെ പ്രശ്നം? ചേച്ചി, എന്റെ ഭർത്താവ് അനാഥനാ. അയാളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് വെട്ടിപ്പിടിച്ചതാണ് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ.
ഞാനൊരു പാവം പെണ്ണല്ലേ, പണമില്ലല്ലോ. ആ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ചില നിസാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് സ്ത്രീ പീഡനമെന്നോ സ്ത്രീധന പ്രശ്നമെന്നോ ഒക്കെ പറഞ്ഞ് വേവലാതിപ്പെടേണ്ട കാര്യമില്ല ചേച്ചി. ഒക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. സഹിക്കാവുന്നതിനപ്പുറമുള്ള പ്രശ്നങ്ങളൊന്നും ഏട്ടനിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി തപ്പം നോക്കരുത് വർഷ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങള് ചേച്ചിയുടെ അടുത്തുനിന്ന് മറച്ചു വെക്കരുത്. എന്നെ വേദനിപ്പിച്ച ഒരു കാര്യേ ഏട്ടനിൽ നിന്നുണ്ടായിട്ടുള്ളൂ. ഞാൻ അറിയാതെ ഏട്ടൻ വീട്ടിൽ CCTV ക്യാമറകൾ വെച്ചു. ഭാര്യ അറിയാതെ ക്യാമറ വെച്ചെന്നോ? അതിനർത്ഥം അയാൾ നിന്റെ സ്വഭാവശുദ്ധിയെ സംശയിക്കുന്നു എന്നല്ലേ? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഈ പ്രവൃത്തി സഹിക്കാവുന്നതിന് അപ്പുറത്തുള്ള ഒരു പ്രവൃത്തിയല്ലേ മോളെ? എന്ന് ഞാൻ കരുതുന്നില്ല ചേച്ചി. ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാ പിന്നെ വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ക്യാമറകൾ വെച്ചത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാവും. അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്തിനാ ചേച്ചി ചിരിച്ചത്? ഭർത്താവിന് വെള്ളപൂശാൻ വേണ്ടിയുള്ള നിന്റെ തത്രപ്പാട് ഓർത്ത് ചിരിച്ചു പോയതാ മോളെ. അച്ഛനും അമ്മയ്ക്കും നമ്മൾ 3 പെൺമക്കളാണ്. അതിലേറ്റവും ഭാഗ്യവതിയും സുരക്ഷിതയും നീയാണെന്ന എല്ലാവരുടെയും വിശ്വാസം. ആ വിശ്വാസം നിലനിർത്താൻ കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി കുറച്ചു കാലത്തേക്ക് അച്ഛമ്മ കൂട്ടിനുള്ളത് നിനക്കൊരു ബലമായിരിക്കും. വിക്രമിന്റെ ഈ സ്വഭാവം അച്ഛമ്മ മനസ്സിലാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം മോളെ. എന്നാ വാ. അച്ഛനും അമ്മയ്ക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു മോനെ. പാചകം ചെയ്ത ആൾക്ക് നല്ല കൈപുണ്യമാ. പാചകം പോലെ തന്നെയാ വത്സലയുടെ സ്വഭാവവും. ഇക്കാലത്ത് ഇങ്ങനെ ഒരാളെ സഹായിയായി കിട്ടിയത് വലിയ കാര്യ. അല്ല, മുത്തശ്ശൊന്നും പറഞ്ഞില്ലല്ലോ. ആ, പാചകം തരക്കേടില്ലെന്ന് പറയാം. വത്സലയുടെ പാചകത്തിന് ചില അപാകതകളൊക്കെ ഉണ്ട്. ആ, വർഷയുടെ പ്രസവം കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം നമുക്ക് നേരെയാക്കാന്നേ. അമ്മ ഗുരുനാഥ ചമഞ്ഞ് എല്ലാം ഒറ്റ വിഭവം ആക്കാതിരുന്നാ മതി. പോടി അവിടുന്ന്. സമയം വൈകിയല്ലോ. വന്ദന ഇത് എന്തെടുക്കുക? വന്ദനെ, നേരം വൈകി, പോകണ്ടേ? കണ്ടില്ലേ, രണ്ടുപേരും സെന്റിമെന്റ്സിലാ. വന്ദന ചേച്ചിയും വർഷയും തമ്മിൽ കണ്ടാ പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. ഇപ്പോഴും കഥയൊക്കെ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള വരവാ. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്ന് ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. അതിനെന്താ സന്തോഷം. എല്ലാരും കൂടി നിന്ന അതിലേറെ സന്തോഷം. അയ്യോ സോറി മോനെ, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. എല്ലാവരും തിരക്കിലാ. ഇപ്പൊ പോയേ പറ്റൂ. നന്നായി, എത്രയും പെട്ടെന്ന് കെട്ടിയെടുത്ത അത്രയും നന്നായി. വിക്രം എന്തോ പറഞ്ഞല്ലോ. അല്ല, വന്ദന ചേച്ചിക്കാണ് ഏറ്റവും തിരക്കെന്ന് പറയുമായിരുന്നു. ഇപ്പോ ചേച്ചി തിരക്കുള്ള യുവജന നേതാവിന്റെ ഭാര്യയല്ലേ, ആ തിരക്ക് ചേച്ചിക്കും ഉണ്ടാവുമല്ലോ. അതൊന്നുമല്ല, ദീമോളെ പിരിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ടില്ല. അവളെ ജഗനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നത്. എപ്പോഴാ പിടിവാശി തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ടെൻഷനിലാ ഞാൻ. വീട്ടിലാവുമ്പോ അവിടെ അമ്മയും സുചിത്രയുടെയൊക്കെ ഉണ്ടല്ലോ. എന്താ അമ്മേ? നിന്നെയും ചന്ദ്രികയും പിരിഞ്ഞ് ഒറ്റ രാത്രി പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അപ്പടി സങ്കടമാ. എന്നാ ഇറങ്ങി പൊയ്ക്കൂടതല്ലേ?
ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞു? അമ്മ വിഷമിക്കാതെ. ഇവിടുത്തെ തണുപ്പ് സഹിക്കാനുള്ള ശേഷി അമ്മയ്ക്ക് ഉണ്ടാവൂന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഉടൻ തന്നെ വിളിക്കണം. ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. അമ്മ പേടിക്കാതെ. അച്ചമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതെ ഇതുപോലെ ഇടവും വലവും നിന്ന് ഞാനും ഏട്ടനും സംരക്ഷിച്ചോളാം. അതെ, മുത്തശ്ശിയെ ഞങ്ങള് പൊന്ന പോലെ നോക്കിക്കോളാം. നിങ്ങള് സമാധാനത്തോടെ പോയിക്കോ. ശരി മോനെ. ശരി അമ്മ. ശരി എന്നാ മക്കളെ. അമ്മേ പോയിട്ട് വരട്ടെ. അമ്മ മോളെ. അച്ഛമ്മേ ബൈ. മക്കളെ എവിടെയാ എന്റെ മുറി? അത് ആ അത് മതി, അത് കൊള്ളാം. AC ഉണ്ടല്ലേ? എന്റെ അമ്മോ. ഓ, ഓ. മോള് കരയണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ. പേടിക്കാതെ മോളെ, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. എന്താ എന്താ ഇവിടെ? ഇതെന്താ ഇവിടെ? എന്തു പറ്റി? മുത്തശ്ശ, വിദ്യാന്റെ കമ്പി തട്ടി വീണതാ. ഒരു കുഴപ്പമില്ല, നന്നായി. ലോകമെടുത്തു മറിക്കുന്ന ഭാവത്തിലെ പോക്കും വരവും. ഇടി നിലത്ത് നോക്കി നടക്കണം, മനസ്സിലായോ? എങ്ങനെയാ വീണത്? ഈ സ്റ്റെപ്പിൽ ആരോ കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാരാ ഇത് ചെയ്തത്? ഇതാരാ ചെയ്തെന്ന് ചോദിച്ചിട്ടില്ലടാ. എനിക്കറിയില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? ചേച്ചി, ഇവിടെ തട്ടിമറിഞ്ഞു വീഴുന്ന വിധത്തിൽ ആരാ കമ്പി കെട്ടിയെന്ന് ചേച്ചിക്കറിയോ? അറിയാം. ആര്? ഇവള് ഞാനോ?
അങ്കിള് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ മുത്തശ്ശി കള്ളം പറയാ. അസത്തെ എടി, നീ ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എന്നിട്ട് എന്നെ കള്ളിയാക്കുന്നു. അപ്പച്ചി, വെറുതെ കൊച്ചിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. മോള് പന്തും തട്ടിക്കളിച്ച് പുറത്ത് നടക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. അതിന്റെ ഇടയിൽ മോളെപ്പോഴാ ഇതൊക്കെ ഒപ്പിച്ചത്? അല്ലെങ്കിൽ തന്നെ മോൾക്ക് ഇത് ചെയ്തിട്ട് എന്താ ആവശ്യം? ആവശ്യമുണ്ട്. അല്ല, എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തൊലെ ചുവന്നുകൊണ്ട് നടക്കാൻ ഒരു വന്ദനാമയുണ്ടല്ലോ. അതിനൊക്കെ ഏറാൻ മൂളാൻ കോന്തനായി നീയും. അതിന്റെയൊക്കെ അഹങ്കാരമാ ഈ പെണ്ണിന്. നോക്കി നിൽക്കാതെ ഈ സാധനത്തിന് എവിടെങ്കിലും കൊണ്ടുപോയി കളയടി. അയ്യോ, എന്റെ നടു. അച്ഛാ, ടീമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈടെ ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. വല്ലവന്റെയും കൊച്ചിനു വേണ്ടി വാദിക്കാൻ നിൽക്കരുത്. ഇവളുടെ അച്ഛന്റെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ച് നീ നിന്റെ പണി നോക്കടാ. ഇല്ലെങ്കിൽ നാളെ ഒരു വീഴ്ചയില്ലേ, ഒരു വലിയ വീഴ്ച, അത് നിനക്ക് സംഭവിക്കാം. അതിന്ന് കരകയറ്റാൻ ഒരുപക്ഷെ നിന്റെ തന്തയായ എനിക്ക് പോലും സാധിച്ചെന്ന് വരില്ല. മനസ്സിലായോ? വേണ്ട. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിൾ. മോളൊരു തെറ്റും ചെയ്യില്ലെന്ന് അങ്കിളിന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പേരിൽ മോളെ ആരും വിഴുങ്ങാനൊന്നും പോകുന്നില്ല. മോള് കരയാതെ. അങ്കിളില്ലേ ഇവിടെ? മോളുടെ വന്ദനാമ്മ ഇങ്ങ് വരാറായി. വന്ദനാമ്മ വരുമ്പോ മോള് കണ്ണീര് ഒലിപ്പിച്ചിരിക്കുന്നത് കണ്ട എന്താ സംഭവിക്കാന്നറിയോ? പണ്ട് മോള് ബൈക്കിൽ നിന്ന് വീണ സംഭവം ഓർമ്മയുണ്ടോ? മനോജിന്റെ കുറ്റം കൊണ്ടാ വീണത്. എന്നിട്ട് വന്ദനാമ്മ അടിച്ചത് എന്റെ ജഗട്ടത്തും. അതുപോലെ ഇന്നും ഒരു തെറ്റും ചെയ്യാതെ അങ്കിള് വന്ദനാമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളണോ? വേണ്ട. എന്നെ കരയാതിരിക്കേ കേട്ടോ. കണ്ണീര് തുടക്കേ. കണ്ണീര് തുടച്ച പോരാ, ചിരിക്കുകയും വേണം. അങ്കിളെ, എന്നെ മാധവൻ അച്ഛന്റെ അച്ഛമ്മേരെ വീട്ടിൽ കൊണ്ടാക്കോ? അതെന്തിനാ? അവിടെ എനിക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ഇവിടെ ജഗനങ്ങൾ മോളെ നോക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ വന്ദനാമ്മ മോളെ ഇവിടെ നിർത്തിയിട്ട് പോയത്. എന്നിട്ട് വന്ദന വരുമ്പോ മോൾ ഇവിടെ ഇല്ലെങ്കിലോ? അപ്പോഴും അങ്കിളിന് തല്ല് ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ.
ആ അങ്കിളെ ആ അങ്കിൾ ഇപ്പൊ വന്ദനമ്മയുടെ ഭർത്താവാ. ഉം. ഭർത്താവ് ഭാര്യയെ പേടിച്ചാലുണ്ടല്ലോ പെൺകൊന്തനായി പോവും. ഐ, എങ്ങനെ എങ്ങനെ എടി പെൺകൊന്തൻ ഭർത്താവ്. കൊള്ളാലോ. മോളെ വന്ദനമ്മേ, എന്താ എന്തിനാ മോളെ കരയുന്നേ? ആ അപ്പച്ചി മുത്തശ്ശി ഞാൻ വരുന്ന വഴിയില് എന്തോ പണിയൊപ്പിച്ചിരുന്നു. മോള് തെന്നി അടിച്ച് മുഖം അടിച്ച് വീഴാൻ പോയതാ. ആ സമയത്ത് ജഗനങ്കള് മുറുകെ പിടിച്ചോണ്ട് മോൾക്കൊരു പോറൽ പോലും പറ്റിയില്ല. ജഗനങ്കൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്കിളിനെ തല്ലല്ലേ വന്ദനമ്മേ? വേണ്ട, ചിരിക്കണ്ട. ജഗ, ഇവിടെ എന്റെ മോള് സുരക്ഷിതയല്ലോ. നിങ്ങളുടെ അപ്പച്ചിയുടെ കയ്യിലിരിപ്പെങ്ങാനും എന്റെ കുഞ്ഞിന്റെ മേലെ കാണിച്ചാലുണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വന്ദനെ, അതിനോട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഒരു പക്ഷെ സംഭവിച്ചിരുന്നെങ്കിലോ? എന്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ച ആ രാഖി എന്ന രാക്ഷസിയെ പേടിച്ച മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒരു മുക്കിലും മൂലയിലും ചതികൾ ഒരുക്കി കാത്തിരിക്കല്ലേ 1000 രാഖിയുടെ ബലം ചെയ്യുന്ന ആനന്ദവല്ലി. ദേവി, ഭഗവതി, ഞാൻ എന്റെ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്?